അപ്പോൾ ഇന്ന് നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത് നമുക്ക് പഞ്ചായത്തിലേക്ക് ഒരു പെർമിറ്റിൻ്റെ ഫയൽ സബ്മിറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതൊരു പെർമിറ്റ് എടുക്കുന്ന ഫയലാണ്. നമ്മുടെ ലൈഫ് മിഷൻ പദ്ധതി പ്രകാരം അവർക്ക് ആനുകൂല്യം അനുവദിച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് നമ്മൾ തെങ്കര ഗ്രാമപഞ്ചായത്തിലേക്ക് സമർപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഫയലാണത്. ഇതിനകത്ത് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തത് എന്തൊക്കെയാണെന്നുള്ളത്. അപ്പോൾ സാധാരണക്കാരായ ഒരു മനുഷ്യർക്ക് ഒരു വീടിന് പെർമിറ്റ് എടുക്കണം എന്ന് പറയുമ്പോൾ എന്തൊക്കെ ഡോക്യുമെന്റ്സ് ആണ് അവർക്ക് ആവശ്യമുള്ളത് എന്നുള്ളത് കൂടി ഇതോടുകൂടി അവർക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആദ്യം വെച്ചിരിക്കുന്നത് ഒരു സങ്കേതം. ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത് സങ്കേതം സോഫ്റ്റ്വെയർ പ്രകാരമാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അതിനകത്ത് ഓൺലൈൻ ചെയ്തതിൻ്റെ പ്രിൻ്റ് വെച്ചിട്ടുണ്ട്. അതുകൂടാതെ ഒരു J1 ഫോം ഉണ്ട്, ഒരു J2 ഫോം ഉണ്ട്, പിന്നെ ഒരു ഭൂമി സംബന്ധമായിട്ട്, അതായത് ഈ ഒരു സ്ഥലത്തിൽ കേസോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ല എന്നുള്ളത് കാണിച്ചുകൊണ്ട് ഒരു സ്വയം സാക്ഷ്യപ്പെടുത്തിയ ഒരു സാക്ഷ്യപത്രം വെച്ചിട്ടുണ്ട്. നമ്മുടെ ലൈസൻസിൻ്റെ കോപ്പി വെച്ചിട്ടുണ്ട്. പിന്നെ വേണ്ടത് നമുക്ക് ക്ലയൻറ്റ് കൊണ്ടുവന്ന് തന്നിട്ടുള്ള ഒരു പൊസഷൻ സർട്ടിഫിക്കറ്റ്. ഈ പൊസഷൻ സർട്ടിഫിക്കറ്റ് വില്ലേജിൽ നിന്ന് നമുക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ, അതായത് അക്ഷയ മുഖേന അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഒരു സർട്ടിഫിക്കറ്റാണ് പൊസഷൻ സർട്ടിഫിക്കറ്റ്. ഇതിനകത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ക്ലാസ് ഓഫ് ലാൻഡ് എന്നുള്ളത് ഡ്രൈ ലാൻഡ് ആണോ വെറ്റ് ലാൻഡ് ആണോ എന്ന് നോക്കണം. ഇതിപ്പോൾ ഡ്രൈ ലാൻഡ് ആണ്. അപ്പോൾ അതുകൊണ്ട് നമുക്കൊന്നും കുഴപ്പമില്ല. അതായത് എന്തിന് കൊടുക്കാണ് പ്രപ്പോസ്, അതായത് പർപ്പസ് ഫോർ വിച്ച് ദ സർട്ടിഫിക്കറ്റ് ഈസ് ഇഷ്യൂഡ് ഫോർ, ഇത് എന്തിന് കൊടുക്കാനുള്ള പൊസഷൻ സർട്ടിഫിക്കറ്റ് ആണെന്ന്. അപ്പോൾ ഇതിനകത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ട് തെങ്കര ഗ്രാമപഞ്ചായത്ത് എന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതായത് ഇത് തെങ്കര ഗ്രാമപഞ്ചായത്തിലേക്ക് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പൊസഷൻ സർട്ടിഫിക്കറ്റ് എടുത്തിട്ടുള്ളത്. ഈ വെറ്റ് ലാൻഡ് ആണെങ്കിൽ എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് നമ്മൾ അടുത്തൊരു വീഡിയോയിൽ നമ്മൾ വിശദമായിട്ട് പറയുന്നതായിരിക്കും. പിന്നെ നമുക്ക് ഇതിനകത്ത് വേണ്ടുന്നത് ഒരു ലാൻഡ് ടാക്സ്, അതായത് ഈ കറണ്ട് ഇയർ 2024-25 അടിച്ച ഒരു ലാൻഡ് റെസീറ്റ് ഉണ്ട്. അതുകൂടാതെ നമുക്ക് ഡോക്യുമെൻറ്റിൻ്റെ കോപ്പിയാണ്, നമ്മുടെ ഡോക്യുമെൻറ്റിൻ്റെ കോപ്പി. അതുകൂടാതെ നമ്മൾ കൊടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ആ ഒരു പ്ലാന് വരച്ചിരിക്കും, അതിൻ്റെ എലിവേഷൻ ഉണ്ടായിരിക്കും, സെക്ഷൻ ഉണ്ടായിരിക്കും. അതിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് നമ്മുടെ ഒരു ഷീറ്റ് ഇത് വെച്ചത് എങ്ങനെയെന്ന് വെച്ചാൽ നമ്മളതിൻ്റെ ഡീറ്റെയിൽസ് മൊത്തമായിട്ട് കൊടുക്കും. പഞ്ചായത്ത്, വില്ലേജ്, അതിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിൻ്റെ അളവ്, എത്ര എക്സ്റ്റെൻഡ് ആണ് എന്നുള്ളതൊക്കെ നമ്മൾ മെൻഷൻ ചെയ്യും. സർവീസ് പ്ലാന്, സൈറ്റ് പ്ലാന്, കീ പ്ലാന്, പിന്നെ അതിൻ്റെ വേസ്റ്റ് മാനേജ്മെൻറ്റ്സിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെയുള്ള ഒരു 6 ഷീറ്റുകളാണ് നമ്മൾ ഇതിനകത്ത് ഇൻക്ലൂഡഡ് ചെയ്യുക. അതിനകത്ത് നമ്മൾ ലൈസൻസി സൈൻ ചെയ്തിരിക്കും, ക്ലയൻറ്റ് സൈൻ ചെയ്തിരിക്കും. ഇത്രയും ഡീറ്റെയിൽസ് അതിൽ അതിൻ്റെ കളർ കോഡും ബാക്കിയുള്ള ഡീറ്റെയിൽസൊക്കെ ചെയ്യണം. ഇത്രയാണ് നമ്മളൊരു ലൈഫ് മിഷൻ പ്രൊജക്റ്റിൽ ആയിട്ടുള്ള ഒരു വ്യക്തിക്ക് പെർമിറ്റിന് അപേക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഡീറ്റെയിൽസ് ആണ് നമ്മൾ പറയുന്നത്. ഇതിൽ കുറേ കാര്യങ്ങൾ ഇൻക്ലൂഡഡ് ആക്കാനുണ്ട്. ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ നമ്മളൊരു ദിവസം നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്ത് തരുന്നതായിരിക്കും. ഓക്കെ.